നമുക്കെല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു വിങ്ങറിൻ്റെ ഒരു ആവശ്യകതയുണ്ട് എന്ന്. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ വിങ്ങർ, അതായത് മലയാളി താരം കൂടിയായിട്ടുള്ള രാഹുൽ കെ.പിക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് എന്ന പോലെ ഒരു ഇന്ത്യൻ വിങ്ങറിൻ്റെ കുറവ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രാഹുലിൻ്റെ റീപ്ലേസ്മെൻറ്റ് പോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു റൂമർ അടിസ്ഥാനത്തിൽ പുറത്ത് വന്ന ഒരു റിപ്പോർട്ടായിരുന്നു ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന് പറഞ്ഞ ആ ഒരു റൂമർ. താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുവെന്ന് സീസണിൻ്റെ ഒരു എൻഡോട് കൂടി തന്നെ, അതായത് ഒരു പകുതിയോട് വെച്ച് കൂടി തന്നെ റിപ്പോർട്ടുകളും റൂമറുകളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ആ ഒരു റിപ്പോർട്ട് ഒന്നും കൂടി ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. കാരണം താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യതകൾ ഒന്നും കൂടി കൂടിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയൊരു മത്സരത്തിൽ, അതായത് മുംബൈ സിറ്റിയുടെ മത്സരത്തിൽ താരം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. മുംബൈ സിറ്റി FC വേണ്ടി ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിപിൻ സിംഗ്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു മികച്ച ഫോമിലാണ് താരമുള്ളത്. സോ അതിനാൽ തന്നെ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ്ങിൽ അദ്ദേഹത്തിന് വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കൊണ്ട് തന്നെ സാധിക്കും. എങ്കിൽ പോലും ISL കഴിഞ്ഞു പോയൊരു സീസണിൽ ബിപിന് അത്ര കണ്ട അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വിക്രം പ്രതാപ് സിംഗുമാരും തന്നെ ലാലിൻ സുവാല ശാന്തയും ഉള്ളതിനാൽ തന്നെ വിങ്ങിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കാറില്ലായിരുന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അവസരത്തിൻ്റെ കുറവ് കാരണം എങ്ങാനും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യതകൾ, ബിപിൻ സിംഗ് വരുവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരിക്കും ഗുണം. പക്ഷേ എന്നാലും ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഈ ഒരു ന്യൂസിന് അത്ര കണ്ട് ട്രസ്റ്റബിൾ സോഴ്സിൽ നിന്നല്ല നമുക്ക് പുറത്തേക്ക് വരുന്നത്. സോ അതിനാൽ തന്നെ അത്ര വിശ്വസിക്കേണ്ട ആവശ്യകതയും ഒരു വാർത്തയ്ക്കില്ല. എങ്കിൽ പോലും ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു മികച്ച ഡിസിഷനാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയുവാനായിട്ട് സാധിക്കുന്നതാണ്.